ഹലോ സഹോദരങ്ങളെ, ഇവരാണ് നമ്മുടെ 3 താറാവ് കുഞ്ഞുങ്ങൾ. ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മണിത്താറാവെന്നും ഇംഗ്ലീഷിൽ മസ്കോവി ഡക്സ് എന്നാണ് പറയുക. അതായത് ഇവർ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങളുടെ പ്രത്യേകിച്ച്, അതായത് ആണുങ്ങളുടെ കൊക്കിൻ്റെയും കണ്ണിൻ്റെയും അറ്റത്തായിട്ട്, അതായത് കൊക്കിൻ്റെ സൈഡിലും ചിലപ്പോൾ കൊക്കിൻ്റെ മേലും ഉണ്ടാവും, പിന്നെ കണ്ണിന് ചുറ്റുമായിട്ട് ഈ ചുവന്ന കളറിൽ ഇങ്ങനെ പൂവ് പോലത്തെ മണി പോലത്തെ ഒരു പൂവ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർ മണിത്താറാവെന്ന് പറയുന്നത്. അതായത് നമ്മുടെ പൂവൻകോഴിയിലും പിടക്കോഴിയിലൊക്കെ പൂവില്ലേ, അതുപോലെ തന്നെ ചുവന്ന കളറിലൊരു സാധനം തന്നെയാണ് ഇതും. ഈ താറാവുകളിൽ അത് മണി പോലെ ഇരിക്കുന്ന കാരണമാണ് മണിത്താറാവെന്ന് പേര് വന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മണിത്താറാവിനെ ഇംഗ്ലീഷിൽ മസ്കോവി ഡക്ക് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവരുടെ ശാസ്ത്രീയ നാമം കൈറീന മോസ്കാട്ട അല്ലെങ്കിൽ കൈറീന മോഷാട്ട. ഈ മണിത്താറാവുകൾ ശരിക്കും ഇന്ത്യയിലുള്ള ഒരു സ്പീഷീസ് അല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവർ കൂടുതലായിട്ടും വളർത്തപ്പെടുന്നത് അമേരിക്കയിൽ, സൗത്ത് അമേരിക്കൻ ഭാഗങ്ങളിൽ, മെക്സിക്കോ, അർജൻറ്റീന അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വളർത്തപ്പെടുന്നത്. പക്ഷേ ഇവരുടെ കാട്ടിൽ വളരുന്ന സ്പീഷീസ് കൂടുതലായിട്ടും ഓസ്ട്രേലിയ, അതുപോലെ തന്നെ അമേരിക്കയിൽ, സെൻട്രൽ അമേരിക്ക അങ്ങനത്തെ ഭാഗങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ താറാവുകൾ, മണിത്താറാവുകൾ സാധാരണഗതിയിൽ ബാക്കി താറാവുകളെ പോലെ ക്വാക്ക് ക്വാക്ക് സൗണ്ടല്ല ഉണ്ടാക്കുക. അതിന് പകരം പല ഹിസ്സിങ് പോലത്തെ സൗണ്ടുകൾ, അതുപോലെ വേറെ ടൈപ്പിലുള്ള ചെറിയ ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. താറാവ് വർഗത്തിൽ ഏറ്റവും വലുപ്പം വരുന്ന താറാവുകളാണ് മണിത്താറാവുകൾ. അതിൽ പ്രത്യേകിച്ച് ആണുങ്ങൾ 7 കിലോ വരെ, 4 മുതൽ 7 കിലോ വരെ വലിപ്പം വയ്ക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പെൺതാറാവുകളാകട്ടെ അതിൻ്റെ പകുതിയിൽ താഴെ വലിപ്പം വയ്ക്കുള്ളൂ. അതായത് ഏറ്റവും കൂടിയത് 3.5 കിലോ വരെ ആണ് പെൺതാറാവുകൾ വലിപ്പം വയ്ക്കുള്ളൂ. ആണുങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും വലുതായിരിക്കും. ഇവരെ ഫ്ലൈയിങ് ഡക്സ് എന്നും പറയും. പക്ഷേ ഇവർ ഇത്രയും ഭാരം വെക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പറക്കാനുള്ള ശേഷി പോകെ ഭാരം വയ്ക്കുന്തോറും പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ പക്ഷേ ഭയങ്കര രീതിയിൽ പറക്കാൻ പറ്റില്ല എന്നുള്ളൂ. ചെറിയ ദൂരങ്ങളൊക്കെ പറക്കാൻ ഇവർക്ക് പറ്റും. മരത്തിൽ നിന്ന് കയറിയിരിക്കാനോ അതിനൊക്കെ ഇവർക്ക് പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്.